ഹേ ഗായ്സ്, അപ്പൊ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇതെന്റെ ബ്രദറാണ്. അപ്പൊ ഇവന്റെ കുട്ടിന്റെ അരങ്ങേറ്റാണെന്ന്. ഞങ്ങളെ സംബന്ധിച്ച് ഇന്നൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം കൂടിയാണെന്ന്. ഇവന്റെ ഒരു ഡ്രീം തന്നെ പറയാം, ഡ്രീം കം ട്രൂ മൂമെന്റ് ആണെന്ന്. അപ്പോൾ ഞങ്ങളിപ്പോ ഉച്ചയായിട്ടുള്ള ഇവിടെ. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് വേണം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാൻ. അപ്പൊ ഞങ്ങള് ജസ്റ്റ് കുളിച്ച് റെഡി ആയിട്ടുള്ളൂ. ഇപ്പൊ ബാക്കി കാണാം. ബൈ ബൈ. ഞങ്ങള് ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പൊ ഇന്ന് വീട്ടിൽ ഫുൾ വെജിറ്റേറിയൻ ആണ്. അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ അല്ലേ, പരിപാടി കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ വെജിറ്റേറിയൻ ആക്കാൻ വിചാരിച്ചു. ഇത് ഞാൻ ഉണ്ടാക്കിയ എന്റെ ബ്രിഞ്ചാൾ ഫ്രൈ ആണ്. അപ്പോൾ പോവാൻ സമയമായി തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ റെഡി ആവാന്ന്. ഇപ്പൊ എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ മുഖത്ത് ഇങ്ങനെ വരും. 2 ദിവസം മുന്നേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ കയറി വന്നതാണൊക്കെ. ഇറ്റ്സ് ഓക്കെ, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് എന്ന് പറയാനൊന്നുമില്ല. മേക്കപ്പ് എന്ന് പറയാൻ ഞാനൊന്നും ചെയ്യാറില്ല. ഞാനിപ്പോൾ എന്തെങ്കിലും വീഡിയോസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ഫൗണ്ടേഷൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറ്. നോർമലി ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ഈ ഫൗണ്ടേഷൻ, കൺസീലർ, അങ്ങനത്തെ മേക്കപ്പ് പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യണത് ലിപ്സ്റ്റിക്ക് മാത്രമാണ്. വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ യൂസ് ചെയ്യണത് ഫൗണ്ടേഷൻ. അത് വല്ലപ്പോഴും ഈ വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും വരും മാത്രമേ ഫൗണ്ടേഷൻസ് ഒന്നും യൂസ് ചെയ്യാറുള്ളൂ. ഫംഗ്ഷൻസ് പോലും ഞാൻ യൂസ് ചെയ്യാറില്ല. വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറ്. അപ്പം എൻ്റെ ഈ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് നോർമലി എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഞാൻ ഇതേപോലെ തന്നെയാണ് മേക്കപ്പ് ചെയ്യാറ്. അപ്പം അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. മോയ്സ്ചറൈസർ ഇടാം. മോയ്സ്ചറൈസർ ഞാൻ ഗ്ലൂട്ടഹയുടെ UV റേഡിയൻസ് സിറം ലോഷനാണ്. സംഭവം ഇതാണ് യൂസ് ചെയ്യാറ്. ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് 200 ml ഉണ്ട്. ഇതിൽ 200 രൂപയുടെ ഉണ്ടായിരുന്നു. ഇല്ല, 150 തോന്നുന്നു. ഓൺലൈനിൽ ഇത് വേറെ വിലയാണ്. അപ്പം വീട്ടിൽ കുറച്ച് കൂടിപ്പോയി. സൺസ്ക്രീൻ ഇടാണ്. ആക്ച്വലി ഇത് ഈവനിങ് ആണ്, 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ രാത്രിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ കുറച്ചിടുന്നുണ്ട്. ഇതെൻ്റെ കറന്റ്ലി ഫേവറേറ്റ് സൺസ്ക്രീനാണ്. ഇതാണ് സൺസ്ക്രീൻ. കാണുന്നുണ്ടാവും വിചാരിക്കും. ഇല്ല, ഇതും ഓയിലി സ്കിന്നുകാർക്ക് ഒരു അടിപൊളി ഓപ്ഷനാണ്. ആക്ച്വലി എൻ്റെ പ്രൊഡക്ട്സും കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇത് കഴിഞ്ഞാൽ നോർമലി ഞാൻ ഈ വിറ്റാമിൻ സി ക്രീമാണ് ഇടാറ്. ഇത് കഴിഞ്ഞിരിക്കുകയാണ്, വീട്ടിൽ മേടിച്ച് തരുന്നില്ല. അപ്പം അത് കുറച്ചെടുത്ത് തോണ്ടി എടുക്കാമെന്ന് ഞാൻ വിചാരിക്കണു. ഇതൊക്കെ മതി. എൻ്റെ മുഖമൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോർമൽ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും കോമ്പാക്ട് പൗഡറൊക്കെയാണ് യൂസ് ചെയ്യുക. കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത് ഈ ഫൗണ്ടേഷൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒന്നും ഇടാത്തതുകൊണ്ട് ഞാൻ നോർമലി പൗഡർ വെച്ചിട്ട് തന്നെയാണ് ഇടണത്. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ മാത്രം, ഇട്ടിട്ടുള്ള സാധനങ്ങളൊന്ന് സെറ്റ് ചെയ്യാൻ മാത്രമാണ് ഉദ്ദേശം കേട്ടോ. അപ്പം അടുത്തത് ബ്ലഷ് ഇടാം. ആക്ച്വലി എൻ്റെ ബ്ലഷ് ഇല്ല. ഞാൻ സ്റ്റുഡിയോന്ന് ഒരിക്കൽ മേടിച്ചൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഭയങ്കര ന്യൂട്ട് ലിപ്സ്റ്റിക്കാണ്. എൻ്റെ സ്കിൻ ടോൺ ഈ ലിപ്സ്റ്റിക്ക് ചേരില്ല. അപ്പം ഞാൻ ബ്ലഷ് ആയിട്ട് ഇടാന്ന് വിചാരിച്ചു. ഞാൻ ബ്ലഷ് പേഴ്സൺ അല്ല. ഞാനൊരു ബ്ലഷ് പേഴ്സൺ അല്ല. ഞാൻ ഒട്ടും ബ്ലഷ് ഇടാത്ത ഒരാളാണ്. പക്ഷേ ഈ ഇടയിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ബ്ലഷ് എന്നോടുണ്ട്. എന്താണാവോ എനിക്കറിയില്ല. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇട്ട് തുടങ്ങുന്നുണ്ട്. എനിക്കറിയാം ലിപ്സ്റ്റിക്സ് ഒന്നും നോക്കി യൂസ് ചെയ്യുന്നത് നല്ലതല്ലാന്ന്. പക്ഷേ ഒന്ന് സ്കിൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇടുന്നത്. സമാധാനത്തിലിടുന്നു. ഇത് ഭയങ്കര ഒരു ഷെയ്ഡാണ്. ഐബ്രോസ് ഫില്ല് ചെയ്യാം. എനിക്ക് ഈ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ മാത്രം ഐബ്രോസ് ഒന്നും ഇല്ല. പക്ഷെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്നേരം വരയ്ക്കുള്ളൂ. ഞാൻ മൊത്തം ഇങ്ങനെ വരയ്ക്കൊന്നുമില്ല. ഞാൻ ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. ബ്രൗൺ യൂസ് ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇതെന്ന് തോന്നും. ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര കുറവാണ് എനിക്ക്. അപ്പോൾ ഞാൻ ബ്രൗൺ ആണ് എപ്പോഴും യൂസ് ചെയ്യാറ്. ഞാൻ ഈ എൻഡിൽ ഞാൻ വരച്ചു കൊടുക്കുക ചെയ്യാറ്. ഞാൻ ചെയ്യുമ്പോൾ പിന്നെ വരച്ച് വെച്ചേക്കാന്ന് തോന്നത്തില്ല കേട്ടോ. ഒരു ഷേപ്പ് ഞാൻ ഇതിൻ്റെ ഒരു ബ്രഷ് കൊണ്ട് ജസ്റ്റ് അങ്ങനെ വരച്ചു. നെക്സ്റ്റ് നമുക്ക് ഐഷാഡോ ഇട്ട് കൊടുക്കാം. എൻ്റെ വലിയ ഐഷാഡോ പാലറ്റ് ഒന്നുമില്ല. ആകെ ഒരു 4 കളറുള്ള ഒരു പാലറ്റ് മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ള എനിക്ക്. ഞാൻ എല്ലാ ഡ്രസ്സിനെ കൂടെ എനിക്ക് ഏതൊക്കെ മാച്ച് ചെയ്തിട്ടൊക്കെ പോകില്ല. ഇത് കുറച്ച് കാലം അതിൻ്റെ കൂടെ ഞാൻ അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഐഷാഡോ പാലറ്റ്സ് യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കുറച്ച് ഞാൻ വെള്ളം ഇട്ട് പോയി ചെയ്യാറ്.
അപ്പോൾ ഇത് നമുക്ക് ഞാനൊരു ഗോൾഡൻ ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോൾഡൻ ഷെയ്ഡ് എല്ലാ ഡ്രസ്സിനും കൂടി എല്ലാ ലുക്കിൻ്റെ കൂടി മാച്ചായി പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഗോൾഡൻ ഷെയ്ഡാണ് കൊടുക്കുന്നത്. കണ്ണെഴുതി കൊടുക്കാം. മെബലിനാണ് യൂസ് ചെയ്യണത്. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണ് നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിലൊന്നും എഴുതാൻ എനിക്ക് അറിയില്ല. പക്ഷേ എൻ്റെ മുഖത്തിന് ഓക്കെ ആയ രീതിയിൽ ഞാൻ എഴുതും. എങ്ങനെയെങ്കിലും കൊള്ളാക്കി കൊണ്ടുപോകാറില്ല. കൊള്ളാക്കി ഞാൻ മാറ്റും. ഒന്ന് എഴുതിയിട്ട് വരാം. എനിക്ക് ഫോണിൽ നോക്കി എഴുതാൻ പറ്റില്ല. കണ്ണ് ഞാൻ മിററിൽ നോക്കി എഴുതിയിട്ട് വരാം. ലിപ്പ് ലൈൻ ചെയ്യാം. ഞാനിപ്പോഴും ലിപ്പ് ലൈൻ ചെയ്യുന്ന ഒരാളില്ല, എന്നാലും ചെയ്യും ഇടയ്ക്കൊക്കെ. ഞാൻ ചുണ്ടിൽ ലിപ് ബാം ഉണ്ടാകും. ലിപ് ബാം അങ്ങനെ ആക്കി നോക്കിയിട്ടാണ് ഞാൻ ലൈനൊക്കെ ചെയ്യാം. ഇത് ഡാർക്ക് ബ്രൗൺ ആണ്, ഭയങ്കര ഡാർക്കാണ് കേട്ടോ. അത് ഇതൊക്കെ ഒരു ന്യൂഡ് ഷെയ്ഡൊക്കെ ഇടാം. ഞാൻ എൻ്റെ ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ഡാർക്ക് ബ്രൗൺ പോലെയൊക്കെ കാണുന്നത്. പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയാണ്. വീഡിയോയിൽ ഇങ്ങനെ കാണാൻ കണ്ടുകൂടാം. പക്ഷെ മുഖത്ത് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഭയങ്കര വലിയ കുട്ടി യൂസ് ചെയ്യാറുള്ള ഒരാളാണ് ഞാൻ. ചെറിയ കുട്ടികളുണ്ട്, കുട്ടല്ലാത്ത വേറെ കുട്ടി യൂസ് ചെയ്യാറില്ല. എന്തായാലും ഓ മൈ ഗോഡ്, കുട്ടി ഞാൻ ഉണക്കാൻ മറന്നു. അപ്പം എൻ്റെ മേക്കപ്പ് എന്നൊക്കെ പറയുന്നത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ നോർമലി പരിപാടിക്ക് പോവുക. മേക്കപ്പ് ചെയ്ത് മുടിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. മുടി കെട്ടാൻ അറിയാത്തത് കൊണ്ടാണ് എപ്പോഴും ഈ ഷോർട്ട് ഹെയർ ആയിട്ട് നടക്കുന്നത്. അതാണ് മെയിൻ റീസൺ. ഇങ്ങനെ ഉണക്കാനും അത് ഡ്രൈ ആണെങ്കിൽ നാശമായിട്ട് ഇരിക്കുമോ. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. പോവാനുള്ള ടൈമായി. ഡ്രസ്സ് മാറിയിട്ട് വരാം. ഓക്കേ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നീ കമ്മൽ മാലൊക്കെ ഉണ്ട്. ആരില്ല കമ്മൽ, നോ ഭയങ്കര ഓവറാവും. ഞാനത് ഉണ്ടില്ല. പക്ഷെ ഭയങ്കര രസമുണ്ട് ഈ ഡ്രസ്സ്. കമ്മൽ മാലിന് ഇടാണ്ട് നടക്കുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് ഒട്ടും കമ്മലുകളെ മാറിയിടാൻ ഇഷ്ടമല്ല. വളയും ഒന്നും ഇഷ്ടമല്ല. ഞാൻ വാച്ച് യൂസ് ചെയ്യും. അത് കമ്മൽ മാലിന് ഞാൻ യൂസ് ചെയ്യത്തേ ഇല്ല. എന്താണെന്ന് എനിക്ക് അറിയുള്ളൂ, ഇഷ്ടമല്ല. ഇതേപോലെ എന്തെങ്കിലും പരിപാടി ഇതൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സസ് യൂസ് ചെയ്യുമ്പോഴാണ് ഞാൻ കമ്മലിടാറുള്ളൂ. ഇങ്ങനത്തെ ഡ്രസ്സസ് മീൻസ് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളും അങ്ങനത്തെ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ കമ്മൽ യൂസ് ചെയ്യാറുള്ളൂ. കമ്മൽ പിന്നെ ഇടും ഞാൻ. ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ കമ്മൽ പിന്നെ ഇടും. മാല നോ. ഞാൻ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചുരുക്കം സിമ്പിൾ ആയിട്ടുള്ള കമ്മൽ ഇടാൻ വെച്ചു. ഈ ഒരു കമ്മൽ നല്ല ഓവറല്ല, നല്ല രസമാണ് കാണാൻ. വളയിടാം. ഇങ്ങനത്തെ രസം വള ഇടുന്ന ഒരു ഭംഗിയാണ്. വള കളക്ഷൻസ് കുറേയൊന്നുമില്ല, കുറച്ചുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിനും കൂടെ ചേരുന്ന കുറച്ച് വളകളുണ്ട്, കുറച്ച് കളർ വളകളുണ്ട്. കണ്ട ഭംഗിയുണ്ട്. അത് ഈ ഡ്രസ്സിന് വേണ്ടി മേടിച്ചോന്നല്ല, വേറൊരു ഡ്രസ്സിന് വേണ്ടി മേടിച്ചതാണ്. കല്ലൊക്കെ ടൈറ്റായിട്ട് അടിച്ചു. ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് അടിച്ച ഡ്രസ്സൊന്നുമല്ല. ഇതിൻ്റെ ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റ്, സോറി വിഷുവിൻ്റെ ഔട്ട്ഫിറ്റാണ്. ഈ ഒരൊറ്റ കള ഞാൻ എൻ്റെ ഒരു കയ്യിലുണ്ട്. അങ്ങനെയൊക്കെ ഞാനുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഓൾമോസ്റ്റ് എപ്പോഴും ഈ ഒരു ബണ്ണിൻ്റെ ഒരു കയ്യിൽ കയറി എടുക്കും. ഇങ്ങനത്തെ ഡ്രസ്സൊന്നും കണ്ടില്ല, ബാക്കിയുള്ള ഒരു ഡ്രസ്സൊക്കെ ഈ ഒരു ബണ്ണ് എപ്പോഴും എൻ്റെ ഒരു കയ്യിലുണ്ടാവും. ഇത്തവണ ഞാൻ ഇടില്ല, ഞാൻ രണ്ട് കയ്യിൽ ഇങ്ങനത്തെ ഒരു വളയുണ്ട്. അപ്പൊ ഏകദേശം എൻ്റെ കഴിഞ്ഞു. ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. എങ്ങനെ അടിപൊളിയല്ലേ? വാവ് മമ്മി, കൊട്ടുകാരൻ തുറക്കി കൊട്ടുകാരൻ. നീ ആ ഇട്ടത്ത് പോയിന്നാ നിന്നെ കാണില്ലേ? നീ അങ്ങോട്ട് പോകാൻ മേഡം തീവോ ആണ് ഇന്നത്തെ താരം. നന്നായി കൊട്ടിക്കോളാട്ടാ. ഇതെന്ത് പെട്ടെന്ന് ക്ലിയർ പോയില്ല. മഴയാണ് ഗൈസ്. ഇന്ന് ഇത്ര നേരം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ മഴ. നോക്ക് നോക്ക് പോട്ടെ. അല്ല പൂവല്ലേ നമ്മള്. ഞങ്ങൾ എത്തി ഇവിടെ കക്കാട് അമ്പലത്തിലെത്തി. അപ്പോൾ അവൻ്റെ അരങ്ങേറ്റത്തിനുള്ള ചെണ്ടയും കാര്യങ്ങളെല്ലാം ഇപ്പോൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവൻ്റെ ആശാൻ രാജപ്പൻ മാരാർ. അപ്പോൾ പരിപാടി കാണാനായിട്ട് ചേച്ചിയും ഉണ്ണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണിയൊക്കെ നല്ല ആക്റ്റീവായിരുന്നു പരിപാടി കാണാനായിട്ട്. അങ്ങനെ പരിപാടി തുടങ്ങാറായി. അവർ ചെണ്ടയുടെ അവിടെയൊക്കെ അവരെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ആള് ഭയങ്കര ആക്റ്റീവാണ്. ടെൻഷനും പേടിയൊന്നും മുഖത്ത് കാണാനില്ല. അങ്ങനെ പരിപാടി തുടങ്ങി.
അരങ്ങേറ്റായിരുന്നു. സാഹചര്യം കാരണം ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റണത്. കൊട്ടിന് ശേഷം അവനൊരു മൊമെൻ്റോ ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ആള് ഭയങ്കര ഹാപ്പിയാണ്, അവൻ്റെ ഒരു ഡ്രീം നടന്നതിൻ്റെ. അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇവിടെയാണ് അരങ്ങേറ്റം നടന്ന സ്ഥലം. ഞങ്ങള് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.